Episode number 1, A New Beginning. ഹലോ ഗൈസ്, അപ്പോൾ ഈ പെട്ടിനകത്തുള്ള സാധനം റിവീൽ ചെയ്യാനേക്കാൾ മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. സോ എൻ്റെ പേര് ആഷിഖ് ജോഷി എന്നാണ്. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീം എന്ന് വെച്ചാൽ ഒരു ഫിലിം ഡയറക്ടർ ആവാമെന്നാണ്. ഈ ഒരു ഡ്രീം ഉള്ള കാരണം എനിക്ക് ഏകദേശം എല്ലാ ഫ്രണ്ട്സും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പല സ്ഥലത്തും നാണം കെട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഈ ഡ്രീം ഉപേക്ഷിച്ചാലോ എന്ന് കുറേ ചിന്തിച്ചു. Children used to run and play. Look at all the mess we made. Guess I never know where it went wrong. പക്ഷെ ഇന്നോട്ട് ഞാനൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. ഏത് ഡ്രീം കാരണമാണോ എൻ്റെ ലൈഫിലെ എല്ലാം നഷ്ടപ്പെട്ട് ആ ഒരു ഡ്രീം കൊണ്ട് തന്നെ ഞാൻ എല്ലാം വീണ്ടെടുത്തിരിക്കും. ഇന്നോട്ട് ഞാൻ എൻ്റെ ഡ്രീം ഹണ്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ എനിക്ക് എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി ആദ്യം വേണ്ടത് ഒരു സ്ട്രോങ് ക്രൂ ആണ്. അപ്പൊ എൻ്റെ ക്രൂവില് ഏകദേശം 10 പേരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഓരോ ക്രൂ മെമ്പറിനെയും കണ്ടെത്താൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ ഇതുവരെ ഏകദേശം 4 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്ത ആദ്യത്തെ ഷോർട്ട് ഫിലിമിന്റെ പേര് എ സ്റ്റോറി എന്നാണ്. സോ അതൊരു സൈക്കോ ത്രില്ലർ ഷോർട്ട് ഫിലിം ആയിരുന്നു. അതിൻ്റെ ഒരു ടീസർ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വെക്കാം. എടാ, നീ എനിക്കൊരു 30 മിനിറ്റ് സമയം എന്താ, ഞാൻ കൺവിൻസിംഗ് ആയിട്ടൊരു സ്റ്റോറി പറഞ്ഞുതരാം. ഞാൻ ചെയ്ത രണ്ടാമത്തെ ഷോർട്ട് ഫിലിമിന്റെ പേര് ഇൻസൈഡ് എന്നാണ്. അതൊരു ഇൻസെപ്ഷൻ ഒക്കെ പോലെ ഒരു സ്കൈഫൈ ഷോർട്ട് ഫിലിം ആയിരുന്നു. അതിന്റെ ടീസർ ഞാനിപ്പോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വെക്കാം. എടാ, ഇതാണ് ഐറ്റം. അല്ലടാ, ഇറ്റ്സ് ബെറ്റർ ദാൻ ഡ്രഗ്സ്. പിന്നെ എൻ്റെ മൂന്നാമത്തെ ഷോർട്ട് ഫിലിമിന്റെ പേര് ബ്ലൈൻഡ് എന്നാണ്. കുറെ പേര് എന്നോട് ഒരു മോറൽ വാല്യൂ തരുന്ന ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ്. സോ അതിന്റെ ടീസർ നിങ്ങളിപ്പോൾ ഇത് കണ്ടോളൂ. നീ വെറുതെ തമാശ കളിക്കരുതിട്ടാ, കാര്യം പറ. ഡാ, എനിക്കെന്തായാലും പറ്റാണെങ്കിൽ നീ അവനെ നോക്കിക്കോളണോട്ടറാ. ഹലോ, ഞാൻ അവസാനമായിട്ട് പിടിച്ച ഷോർട്ട് ഫിലിമിന്റെ പേര് ഓപ്പൺ ഡോർ എന്നാണ്. അതൊരു 1 മിനിറ്റ് ഷോർട്ട് ഫിലിമാണ്. ഞാൻ ഒരുപാട് കാലം ഒരു ഒറ്റ മിനിറ്റിൽ ഒരു അടിപൊളി സ്റ്റോറി പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരുന്നായിരുന്നു. സോ അതിന്റെ ഒരു ഇൻട്രോ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഷോർട്ട് ഫിലിം എല്ലാം ഞാൻ എൻ്റെ വേറൊരു യൂട്യൂബ് ചാനലാണ് പോസ്റ്റ് ചെയ്തേക്കണത്. ഞാൻ ഇന്നോട്ട് ആ എല്ലാം ഷോർട്ട് ഫിലിം ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് എന്നാണോ എൻ്റെ ഈ ഒരു ചാനലിൽ 1 lakh സബ്സ്ക്രൈബേഴ്സ് ടച്ച് ചെയ്യണേ അന്ന് ആ ഷോർട്ട് ഫിലിം ഒക്കെ ഈ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ഈ പെട്ടിയിലുള്ള സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. സോ അത് ഇവിടെ വെച്ചല്ല, നമുക്ക് പുറത്തു പോയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വാ, let's go. ഫൈനലി ഗൈസ്, ഞാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ പെട്ടിയിലുള്ള കണ്ടന്റ്സ് കാണിക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ എൻ്റെ ഒരു കുറച്ച് അപ്ഡേറ്റ്സ് പറയാം. ഞാനിപ്പോൾ കറൻ്റ്ലി UK-ലാണ്. 2 വർഷത്തെ സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞു. ഇപ്പോൾ കറൻ്റ്ലി PSW-ലാണ്. അപ്പം നിങ്ങളെല്ലാവർക്കും ഇനിയും പെട്ടിയിലുള്ള കണ്ടന്റ് എന്താണെന്ന് അറിയാൻ ആകാംക്ഷ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ എൻ്റെ അനിയത്തിക്ക് കൊടുക്കാനുള്ളൊരു ഗിഫ്റ്റാണ്.
ആക്ച്വലി എനിക്ക് എൻ്റെ അനീത്തിനെ വെച്ചാൽ ചെറുപ്പത്തിൽ ഒട്ടും താല്പര്യം ഉണ്ടായില്ല. പിന്നെ അവളുടെയൊക്കെ ഒരു വാല്യൂ മനസ്സിലാക്കുന്നത് ഞാൻ ഇവിടെ UK വന്നതിന് ശേഷമാണ്. സോ ഇനി എന്നാണ് അവളെ കാണാൻ പറ്റാമെന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ 2 വർഷം PSW കഴിഞ്ഞ് ഒരു വർക്ക് വിസ കിട്ടിയിട്ടായിരിക്കും എൻ്റെ നാട്ടിൽ പോവുക. പക്ഷെ എന്നാണ് അവളെ കാണുന്നത് അന്ന് ഈ ഒരു 1 പീസിന് തൊപ്പി അവളുടെ തലയിലിട്ട് ആ ഒരു ആനിമയിലെ കാണുന്ന ഒരു സീനില്ലേ, മറ്റേ നമ്മുടെ ലൂഫി നാമിയുടെ തലയിൽ തൊപ്പിയുടെ സീൻ, അത് ഞാൻ റീക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്കമിങ് സ്റ്റോറി ആർക്സ്, സെർച്ചിങ് ഫോർ ക്രൂ മെമ്പേഴ്സ്, എ ഗിഫ്റ്റ് ടു മൈ സിസ്റ്റർ, ട്രൈങ് ടു അൺലോക്ക് മൈ ഓൾഡ് ഷോർട്ട് ഫിലിംസ്. ഇനി തൊട്ട് എൻ്റെ ലൈഫിൽ എന്തൊക്കെ വന്നാലും ഞാൻ തളരാൻ പോകുന്നില്ല. ബിക്കോസ് ഐ നോ ദാറ്റ് someday I'm gonna be a legendary film director.